കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയ ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിയോടും കേന്ദ്രത്തിന് വിയോജിപ്പ്. പദ്ധതിക്കായി ബജറ്റിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചില്ല. പട്ടികജാതി പിന്നാക്ക വിഭാഗക്കാരുടെ അവകാശങ്ങളും വെട്ടി. വളങ്ങൾക്കുള്ള സബ്സിഡിയും ഗണ്യമായി വെട്ടിക്കുറച്ചു. ബജറ്റ് വൻകിട താൽപര്യങ്ങൾ സംരക്ഷിക്കാനെന്ന് CPIM പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. മോദി താൽപര്യം വെളിപ്പെടുത്തുന്ന നിർമ്മല മാജിക്കാണ് ഇത്തവണത്തെ ബജറ്റ്. കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവടക്കം ഇടം പിടിച്ച ബജറ്റിൽ തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിച്ചു. കൊട്ടിയാഘോഷിച്ച് പരിഷ്കരിച്ച തൊഴിലുറപ്പ് പദ്ധതിക്കായി ബജറ്റിൽ കേന്ദ്രവിഹിതം മാറ്റിവെച്ചിട്ടില്ല. അധിക സാമ്പത്തിക ബാധ്യത കുറക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യത്തോടും കേന്ദ്രം മുഖം തിരിച്ചു. ഇതോടെ സംസ്ഥാനങ്ങൾ 63,794 കോടിയിലധികം രൂപയുടെ വലിയ ഭാരം വഹിക്കേണ്ടി വരും. സാധാരണക്കാരെ അടിച്ചമർത്തുന്ന ബജറ്റ് ജനവിരുദ്ധമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഭരണഘടന നിർദ്ദേശിക്കുന്ന ജനസംഖ്യ അനുപാത വിഹിതം പോലും ഉറപ്പാക്കാൻ ബജറ്റിനായിട്ടില്ല. പിന്നോക്ക വിഭാഗക്കാർക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന പദ്ധതികൾക്കായി മതിയായ ഫണ്ട് മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. സമ്പദ് വ്യവസ്ഥയുടെ കാതലായ കാർഷിക മേഖലയെയും തകർക്കുന്നതാണ് ബജറ്റ്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ പുകമറയാക്കുന്ന കേന്ദ്രം വായ്പ എഴുതിത്തള്ളാൻ തയ്യാറായില്ല. കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിനുള്ള ബജറ്റ് വിഹിതം 2025-26 10,281 കോടി രൂപയിൽ നിന്ന് 9,967 കോടി രൂപയായി വെട്ടിക്കുറച്ചു. വളങ്ങൾക്കുള്ള സബ്സിഡി 1,86,460 കോടിയിൽ നിന്ന് 1,70,781 കോടിയായും കുറഞ്ഞു. മുൻവർഷങ്ങളിലെ പുതുക്കിയ എസ്റ്റിമേറ്റുകളിൽ നിന്ന് ഭക്ഷ്യ സബ്സിഡികളും വൻതോതിൽ വെട്ടിക്കുറച്ചു. ഇതോടെ കാർഷിക ഗവേഷണവും വികസനവും വർദ്ധിപ്പിക്കുന്നതിന് അധിക പിന്തുണ നൽകുന്നതിൽ ബജറ്റ് പരാജയപ്പെട്ടുവെന്ന് കിസാൻ സഭ വിമർശിച്ചു. തൊഴിൽ മേഖലയെ സമ്പൂർണ്ണമായി അവഗണിച്ച കേന്ദ്രത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ കിസാൻ സഭ ആഹ്വാനം ചെയ്തു. കൈരളി ന്യൂസ്, ദില്ലി.